ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു നൂഡിൽസാണ് ആക്കാൻ പോകുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഗോതമ്പൊടി മിക്സിയുടെ ജാറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിലെ വിപ്പ് മോഡിൽ ഇട്ട് 2-3 പ്രാവശ്യം കറക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഗോതമ്പൊടി എടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കൈകൊണ്ടും കുഴച്ചെടുക്കാം. പക്ഷേ മിക്സിയിൽ കുഴച്ചെടുക്കുന്നത് കൊണ്ട് മാവ് സ്മൂത്ത് ആവും, കുഴയ്ക്കാനും എളുപ്പമാണ്. ഈ മാവ് ഇടിയപ്പത്തിൻ്റെ രീതിയിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു സേവനാഴി എടുത്ത് ഏറ്റവും ചെറിയ കണ്ണിനേക്കാളും വലിപ്പമുള്ള കണ്ണിൻ്റെ അച്ചെടുത്താണ് നമ്മൾ ഇവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തൂക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സേവനാഴിയിൽ നിറച്ച് വെച്ചിട്ടുള്ള മാവിനെ ഈ വെള്ളത്തിലേക്ക് ഞെക്കിയിടാം. ഞാനിപ്പം ഇത് ഒരു റൗണ്ട് ഞെക്കിയിട്ടിട്ടുണ്ട്. ഇതിനെ 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഈ വെന്ത നൂഡിൽസിനെ കോരിയിടാം. ഇതുപോലെ തന്നെ അടുത്ത റൗണ്ടും ചെയ്യുമ്പോൾ ഈ പാത്രത്തിലുള്ള നൂഡിൽസിനെ അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി ഈ പാത്രത്തിലെ തണുത്ത വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. ഇനി ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ഞാൻ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യും ഒഴിക്കുക. ഇതിലേക്ക് കുറച്ച് കടുക് നമുക്കിടാം. ഈ കടുക് പൊട്ടിയതിന് ശേഷം ഒരു സവാള, 3 പച്ചമുളകും കൂടെ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി 2 ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇതും ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കരിയാപ്പില ഇടാം. ഒരു വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടാം. ഇതിനെ നമുക്ക് ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷം 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കാം. കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും ചേർക്കാം. ഈ പൊടികൾ മൂത്തതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇതിലേക്ക് ചേർക്കുവാണേ. ഇതിനെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടിരുന്ന നൂഡിൽസ് ചേർക്കാം. നൂഡിൽസ് വേവിച്ച് വെച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ നൂഡിൽസിനെ തവി വെച്ച് ഇളക്കാതെ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലിടാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ലാസ്റ്റ് നമ്മൾ സ്റ്റൗ ഓഫ് ആക്കുവാണേ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.